CPIM പ്രഖ്യാപനം വരും മുന്നേ ആലപ്പുഴയിൽ പി ചിത്തരഞ്ജനാണ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ച പ്രവർത്തകർ. പി ചിത്തരഞ്ജനായി മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ ചുവരെടുത്ത് തുടങ്ങുകയും ചെയ്തു. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഇവിടെ സ്ഥാനാർത്ഥി ഇതുപോലെ ഉറപ്പിച്ച് ഇവിടെ ചുവരെടുത്ത് തുടങ്ങി. തൃക്കാക്കരയിലൊരു പിന്നെ ആ ചുവരെടുത്ത് മായ്ച്ച കഥയൊക്കെ അടുത്ത കാലത്തെ ഓർമ്മയാണ്. അപ്പോൾ അശ്വിൻ, ഇവിടെ എന്തായാലും അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ പി തന്നെയാണ്, ചിത്തരഞ്ജൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പ്രവർത്തകർ ഉറപ്പിക്കുകയാണോ അശ്വിൻ? ഹാഷ്മി, പ്രവർത്തകരും പാർട്ടി ജില്ലാ നേതൃത്വവും എല്ലാം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതാണ്. അവിടെ മറ്റൊരാൾ വരാനുള്ള സാധ്യതകളും വിരളമാണ്. എങ്കിലും CPM-ന്റെ ഒരു സ്വഭാവം വെച്ച് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് സാധാരണ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാത്തതാണ്. സാധാരണ നിലയിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായാൽ പോലും വൈറ്റടിച്ച് ചുമരിൽ LDF എന്നും ചിഹ്നവും രേഖപ്പെടുത്തിയ ശേഷം അത് ഒഴിച്ചിടുകയാണ് പതിവ്. പിന്നീട് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായ ശേഷം സ്ഥാനാർത്ഥിയുടെ പേര് എഴുതും. പക്ഷേ ഇവിടെ അതിനും വിപരീതമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് നാളുകൾ മുന്നേ ഇപ്പോൾ ഇതാ ചിത്തരഞ്ജൻ്റെ ചിത്രവും പേരും ഒക്കെ വെച്ച് വിപുലമായൊരു എഴുത്താണ്, ചുവരെഴുത്താണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ആലപ്പുഴയുടെ ജനനായകൻ വീണ്ടും എന്നുള്ള തലക്കെട്ടോടുകൂടി ചിത്തരഞ്ജൻ്റെ ഫോട്ടോ വലിയ വലുപ്പത്തിൽ ഈ പോസ്റ്ററിൽ ഉണ്ട്. അതിനോടൊപ്പം അപ്പുറത്തെ ഭാഗത്തേക്ക് പോയാൽ വികസന തുടർച്ചയ്ക്ക് പി ചിത്തരഞ്ജനെ വിജയിപ്പിക്കുക, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം, LDF-ന്റെ എഴുത്തൊക്കെ ഉണ്ട്. അങ്ങനെ വിപുലമായ രീതിയിൽ ഒരു എല്ലാം പൂർത്തിയായ രീതിയിലുള്ള ഒരു ചുവരെഴുത്താണ് ആലപ്പുഴയുടെ പല മേഖലകളിലായി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 16ഓളം ചുവരുകളിൽ ഈ ചുവരെഴുത്തുണ്ടാകും. അങ്ങനെ എന്തായാലും ആ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ആ ഒരു ജോലിയിലേക്ക് പോകുന്നത് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് പ്രവർത്തകർ അടക്കം പറയുന്നത്. ഇനിയിപ്പോൾ ചിത്തരഞ്ജൻ അല്ലാതെ ആലപ്പുഴ മണ്ഡലത്തിൽ LDF-ന് മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള കാര്യത്തിലുള്ള ഒരു തീരുമാനം പ്രവർത്തകർ LDF അണികൾ എടുത്തിട്ടുണ്ട്. പി ചിത്തരഞ്ജനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും LDF-ന്റെ മണ്ഡലം കമ്മിറ്റി അറിയിച്ച പ്രകാരമാണ് ചുവരെഴുതാൻ എത്തിയത് എന്നുള്ളതാണ് ചുവരെഴുത്ത തൊഴിലാളികൾ പറഞ്ഞത്. എന്തായാലും ചുവരെഴുത്ത് ഇപ്പോഴും പല ചുവരുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പി ചിത്തരഞ്ജൻ വ്യക്തിപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. ഔദ്യോഗികമായി തന്നെ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജോലികൾ ആരംഭിച്ചിട്ടുമുണ്ട്. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.